ഒരു വശത്ത് FC ഗോവയും മുംബൈ സിറ്റിയും തമ്മിലുള്ള പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറുവശത്ത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അവരുടെ പഴയ താരമായിരുന്ന അൻവർ അലിയെ എതിരാളിയായി നേരിടാൻ പോകുന്ന സാഹചര്യത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ആരാധകർ അൻവർ അലിക്ക് ശവക്കുഴി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രതീകാത്മകമായിട്ട് അൻവർ അലിയെ അവർ തീയിലിട്ട് കത്തിച്ചിട്ടുണ്ട്. അൻവർ അലിയുടെ കോലങ്ങൾ സൃഷ്ടിച്ചവർ കത്തിച്ചുകൊണ്ട് അൻവർ അലിയെ ചീറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൊൽക്കത്ത ഡെർബി എന്തായാലും കൊഴുക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം വർഷങ്ങളായിട്ട് തന്നെ വർഗീയതയുടെ മുഖം തന്നെയുള്ള ഒരു പോരാട്ടമാണ് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ നടക്കുന്നത്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഇന്നലെ വന്നത്, മോഹൻ ബഗാനും തമ്മിൽ നടക്കുന്നത്. അപ്പം ഈ രണ്ട് ക്ലബ്ബുകളും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വൈരം ഉണ്ടായിരിക്കും. അതിൻ്റെ അലയൊലികൾ കൊൽക്കത്തയിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് ചിലപ്പം കളി കഴിഞ്ഞ് രണ്ട് ടീമിൻ്റെ ആരാധകർ തമ്മിലടിക്കുന്ന കാണാൻ ചിലപ്പോൾ യോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അമ്മാതിരി റൈവലറിയാണ് അവർ തമ്മിൽ നടക്കുന്നത്. ഈ അൻവർ അലിയുടെ ട്രാൻസ്ഫർ ഒരു ഹീറ്റ് മൊമെന്റ് സൃഷ്ടിച്ചത് കൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ചോര ചീന്തും എന്നുറപ്പാണ്. ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു കൊൽക്കത്ത ഡെർബിക്കായിരിക്കും നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുക. കാരണം അത് ഉറപ്പാണ്. കാരണം ഇത്രയധികം ഈസ്റ്റ് ബംഗാളിലെ ആരാധകർ വയലന്റ് നേച്ചർ ഉള്ളവരാണെങ്കിൽ പോലും ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടായിട്ടില്ല. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആരാധകരോട് അനുഭവം പ്രകടിപ്പിക്കുന്ന തരത്തിലാണ് ഈസ്റ്റ് ബംഗാളിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉയരുന്ന പോസ്റ്റുകൾ. പക്ഷേ മോഹൻ ബഗാന്റെ അൾട്രാസ് മടങ്ങി വന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അവർ ഒരുപാട് പ്രകോപനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തമ്മിലടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഗാലറിക്കകത്തും പുറത്തും ഇന്ന് യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത്.